ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ള ഒരു മീൻ കറിയാണ്. നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ ഈ മീൻ കറി ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ അമ്മയോ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ട്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, എൻ്റെ അമ്മമ്മയുടെ റെസിപ്പിയാണ്. ഒത്തിരി ഈ മീൻ കറി ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയ കാലത്തെ ഓർമ്മ പുതുക്കലും കൂടെയാണ് ഈ മീൻ കറി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ മീൻ കറി. മീൻ കറി ഉണ്ടാക്കാനായിട്ടൊരു മൺചട്ടി ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. മൺചട്ടിയൊക്കെ നല്ല പൊലന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് നല്ല പൊലന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്നായി വരുന്നവരേക്കും നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ മല്ലിയാണ്. മുഴുവൻ മല്ലിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുഴുവൻ ഉലുവ. നമ്മുടെ കയ്യിൽ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമൊക്കെ നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ മുഴുവൻ മല്ലി ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് മല്ലിപ്പൊടി ചേർത്താൽ കിട്ടത്തില്ല കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 15 വറ്റൽമുളകാണ്, നമ്മുടെ ഉണക്കമുളക്. 15 വറ്റൽമുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 ചെറിയുള്ളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 4 ചെറിയുള്ളി ചെറിയ പീസായിട്ട് മുറിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 കഷ്ണം വെളുത്തുള്ളിയാണ്. 2 ചെറിയ പീസസ് വെളുത്തുള്ളി 4 പീസസായിട്ട് മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ്. വെളുത്തുള്ളിയും കുരുമുളകും ഓപ്ഷണലാണ്, ഒട്ടും തന്നെ കൂടിപ്പോകരുത്. ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസസായിട്ടൊന്ന് പിച്ചിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പുളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഫ്ലെയിം നന്നായിട്ട് സ്ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ ഒന്ന് വറുത്ത് കോരാനായിട്ട്. ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് ഇനി മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ നല്ല പോലെ എണ്ണയിൽ നിന്ന് നമ്മൾ നേരത്തെ വഴറ്റിയ മസാലാസൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ്. മല്ലി മുളകൊക്കെ കോരി മാറ്റിയതിന് ശേഷം ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തു. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ എരിവുള്ള വറ്റൽമുളകാണ് ഉപയോഗിച്ചിരുന്നത്. അതിന് പകരം പകുതി കാശ്മീരി വറ്റൽമുളകും പകുതി സാധാ എരിവുള്ള വറ്റൽമുളകും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടൊമാറ്റോ ആണ്. 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 2 ടൊമാറ്റോ നോക്കി മുറിച്ച് ചേർക്കുകയാണ്. ടൊമാറ്റോസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഈ സമയം നമ്മൾ നേരത്തെ തന്നെ വഴറ്റി വെച്ചിരുന്ന മല്ലി മുളകിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് മിക്സറിൻ്റെ ജാറിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നല്ല പോലെ ഒന്ന് ചതച്ചെടുത്ത് റെഡിയാക്കി വെച്ചു. അതിലോട്ടൊരു 2 പിടി തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കൈപ്പിടിയിൽ 2 പിടി തേങ്ങ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു അരമുറി തേങ്ങ ഉണ്ടാവും കേട്ടോ. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളം പീസസായിട്ട് മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. മീൻ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടി മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഫ്ലെയിമൊക്കെ നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് മിക്സറിൻ്റെ ജാർ വാഷ് ഔട്ട് ചെയ്ത് ഒരു 2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരുന്നത് ഒരു 650 ഗ്രാം ചൂര മീനാണ്. സ്ലൈസ് ചെയ്താണ് എടുത്തിരുന്നത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. നേരത്തെ നമ്മൾ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്തിരുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ശരിക്കും മറന്നുപോയതായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നല്ല പോലെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല
നല്ലപോലെ മീനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ, ശരിക്കും തവിയിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ നമുക്കൊന്ന് മീൻ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അസാധ്യ ടേസ്റ്റിലൊരു കിടിലൻ മീൻ കറിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി മീൻ കറി. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. ഒരു പുതിയ റെസിപ്പിയായിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.